ജീവിതത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി തന്റെ യൗവനകാലത്തോടടുക്കുന്ന സമയത്ത് തനിക്ക് സഹിക്കുവാൻ കഴിയാത്തൊരു പല്ലുവേദന വന്നു. പല്ലുവേദന എന്ന് പറയുമ്പോൾ അത് വലിയതായിട്ട് ഗണ്യമാക്കിയിട്ടില്ല. എന്നാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കടന്നുപോയി ഡോക്ടർ കൊടുത്ത മരുന്നൊക്കെ വാങ്ങി കഴിച്ചു. എന്നാൽ ആ പല്ലുവേദനയ്ക്ക് ശമനം വരാത്തത് കൊണ്ട് അല്പം കൂടെ വലിയ ഹോസ്പിറ്റലിൽ കടന്നുപോയി ആ ഡോക്ടർ പരിശോധിച്ച ശേഷം രാജുവിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെന്ന് പരിശോധന നടത്താൻ പറഞ്ഞു. ആ വാക്കുകൾ രാജുവിനെ വളരെയധികം വേദനിപ്പിച്ച ഒരു വാക്കുകളായിരുന്നു. ആശങ്കകളോടുകൂടി തിരുവനന്തപുരത്തുള്ള RCC സെന്ററിൽ രാജു കടന്നുപോയി. രാവിലെ മുതൽ ഉച്ച കഴിയുന്നവരുള്ള സമയം നിരന്തരമായ പരിശോധനകൾക്ക് ശേഷം രാജുവിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഡോക്ടർമാർ അറിയിച്ചു. വായ്ക്കകത്ത് ക്യാൻസറാണ്. വളരെ ശ്രദ്ധിക്കണമേ, രാജുവിന്റെ വായ്ക്കകത്ത് ക്യാൻസർ എന്ന വാക്ക് കേട്ടപ്പോൾ വളരെയധികം വേദനകൾ രാജുവിനുണ്ടായി. എങ്ങനെയാണ് ഈ രാജുവിന് വായ്ക്കകത്ത് ക്യാൻസർ വന്നത്? തന്റെ സ്കൂൾ കലാലയ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൂട്ടുകാർ സൗജന്യമായി കൊടുത്ത പാൻപരാഗും ഷാമ്പു ഉപയോഗിക്കാൻ തുടങ്ങി. ആ പാൻപരാഗും ഷാമ്പുവും കൂട്ടുകാർ സൗജന്യമായി കൊടുത്ത് അത് കൂട്ടുകാർ കൊടുക്കാതെ വന്നപ്പോൾ 5 രൂപ 10 രൂപ നാണയത്തുട്ടുകൾ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് മിനുങ്ങുന്ന കവറിൽ താൻ വാങ്ങി ഉപയോഗിച്ച ആ പാൻപരാഗും അതുപോലെയുള്ള ലഹരി വസ്തുക്കളും എത്ര ലക്ഷം രൂപ കൊടുത്താലും പരിഹരിക്കാൻ കഴിയാത്ത മാരകമായിരിക്കുന്ന ക്യാൻസർ എന്ന രോഗം രാജുവിന് സമ്മാനിച്ചു. ഇത് രാജു എന്ന് പറയുന്ന ഒരു യൗവനക്കാരന്റെ മാത്രം ചരിത്രമല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ അപ്പനും അമ്മയും സ്നേഹിച്ചു വളർത്തി വിദ്യാഭ്യാസം നൽകി വാർദ്ധക്യത്തിൽ ഒരു തുണയായി തണലായി തീരുമെന്ന് പ്രതീക്ഷയോടെ വളർത്തിയെടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ സൗഹൃദ ബന്ധങ്ങളിൽ അവരറിയാതെ വശീകരിക്കപ്പെട്ട് ലഹരിയുടെ മാസ്മരികമായ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ ദൂഷ്യമായിരിക്കുന്ന ഉപയോഗം എന്താണെന്നും അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നതും ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വളരെ ശ്രദ്ധിക്കണമേ, മനോഹരമായിരിക്കുന്ന ശാന്തമായ ഈ ചെറ്റച്ചൽ ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്റെ മുന്നിൽ കൂടി മനോഹരമായിരിക്കുന്ന ഒരു റോഡ് പോകുന്നുണ്ട്. കേരളത്തിനകത്ത് ധാരാളം റോഡുകളുടെ ശൃംഖലകളുണ്ട്. ഈ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന റോഡ് അപകടങ്ങളിൽ 80% മദ്യലഹരിയിൽ വാഹനം ഓടിച്ചുണ്ടായതാണ് എന്നത് പോലീസ് FIR റിപ്പോർട്ട് നൽകുമ്പോൾ ലഹരിയുടെ ദൂഷ്യവശം എത്ര വലുതാണ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി മക്കളോട് വൈകുന്നേരം വരുമ്പോൾ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറയുന്ന പിതാവ്, അമ്മയോടും അപ്പനോടും യാത്ര പറഞ്ഞിറങ്ങുന്ന മകൻ, ഭാര്യയോട് യാത്ര പറഞ്ഞിറങ്ങുന്ന ഭർത്താവ് ദാരുണമായ അപകടങ്ങളിൽ മരിച്ചു മാറ്റപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ തകർക്കുകയും കുടുംബങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നപ്പോൾ തന്നെ ആ അപകടത്തിന്റെ പിന്നിലുള്ള ആ ഘടകം ലഹരിയാണെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വേദനാജനകമാണ്. അതിന് തെളിവ് തരുവാൻ കഴിയും. 2-3 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ മ്യൂസിയത്തിന്റെ ആ നടപ്പാതകളിൽ കൂടി റഷീദ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ നടന്ന് ആരോഗ്യം ഒന്ന് മെയിൻ്റനൻസ് ചെയ്യുവാൻ വേണ്ടി നടന്നുപോയ വ്യക്തിയെ മദ്യലഹരിയിൽ വാഹനമോടിച്ച IAS ഓഫീസറുടെ വാഹനമിടിച്ച തൽക്ഷണം മരിച്ചുപോയെന്ന വാർത്ത നമ്മൾ ഇവിടെ കേട്ടവരും ചർച്ച ചെയ്യപ്പെട്ടവരുമാണ്. വളരെ ശ്രദ്ധിക്കണമേ, മദ്യപിക്കരുത് എന്നറിയാത്ത വ്യക്തിയല്ല, മദ്യപിച്ചു വാഹനം ഓടിച്ചാൽ നിയമപ്രശ്നമുണ്ടെന്ന് അറിയാത്ത വ്യക്തിയല്ല, കളക്ടർ റാങ്കിലേക്ക് എത്തേണ്ട IAS ഓഫീസർ മദ്യപിച്ചു വാഹനം ഓടിച്ച് ഒരു മനുഷ്യൻ റോഡിൽ പിടഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത അത് ഭയാനകമാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കത് വിശാലമായ അർത്ഥത്തിൽ കാണാൻ കഴിയത്തില്ല. എവിടെയോ ആരോ മരിച്ചു. അല്പം കൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ മരിച്ച വ്യക്തിക്ക്
ഒരു ഭാര്യയുണ്ടെങ്കിൽ ആ സഹോദരി വിധവയായി തീരുകയാണ്. ആ മരിച്ച വ്യക്തിക്ക് 2 മക്കളുണ്ടെങ്കിൽ അവരാരോരുമില്ലാത്ത അനാഥരായി തീരുകയാണ്. ആ മരിച്ച വ്യക്തിയുടെ വരവും കാത്തിരിക്കുന്ന വയോവൃദ്ധരായിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ ഈ ലോകത്ത് ഒറ്റപ്പെട്ടവരും ആരുമില്ലാത്തവരായി മാറ്റപ്പെടുകയാണ്. അങ്ങനെ ഒരു കുടുംബത്തെ വൈദികത്തിലും അനാഥത്വത്തിലേക്കും ദുഃഖത്തിലേക്കും തള്ളിവിടുവാൻ ഈ മദ്യത്തിന്റെ ലഹരിയിൽ വാഹനം ഓടിച്ച വ്യക്തിക്ക് കഴിഞ്ഞുവെങ്കിൽ മദ്യം നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന വിപത്ത് എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ കൊണ്ട് അവസാനിക്കുകയാണോ? ഈ അപകടത്തിന് കാരണമായ വ്യക്തിയെ കോടതി 5, 10, 6 വർഷങ്ങൾ ശിക്ഷിക്കാം. ആ ശിക്ഷാവിധിയിലേക്ക് പോകുമ്പോൾ ഒരു ജയിൽ പുള്ളിയുടെ മക്കളെന്ന അപകർഷതാബോധത്തോടെ ജീവിച്ച് സാമൂഹ്യ വിരുദ്ധരായി തീരുവാൻ ആ പിള്ളേർക്ക് വളരെ സാധ്യതയാണ്. അങ്ങനെ മദ്യത്തിന്റെ ലഹരിയിലുണ്ടായ ഒരു അപകടം 2 കുടുംബങ്ങളെ ഒരു നാടിനെ തന്നെ കണ്ണുനീരിലാഴ്ത്തിയപ്പോൾ ഈ മദ്യം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ദോഷവശം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. റോഡപകടങ്ങൾ മാത്രമല്ല, ഇന്ന് കാണുന്ന ക്രിമിനൽ സംഭവങ്ങളുടെ FIR റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ പിന്നിൽ മദ്യത്തിനും ലഹരിക്കും ഗണ്യമായ സ്ഥാനമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഒറ്റക്കയൻ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയത്. ആ വാർത്തകൾ നമ്മളെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. ജയിലിനകത്തുള്ള സുരക്ഷാ സംവിധാനങ്ങളെ ചോദ്യം ചെയ്തു. എന്നാൽ ഈ ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ജയിലിലേക്ക് പോയത്? അവൻ ഓടുന്ന ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിലേക്ക് പിടിച്ചു തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊന്ന ആ കൊലപാതകത്തിനാണ് ഗോവിന്ദച്ചാമി ജയിലിലേക്ക് പോയത്. വളരെ ശ്രദ്ധിക്കണമേ, ഈ ഗോവിന്ദച്ചാമി സൗമ്യ എന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു എന്ന വാർത്ത കേരളം ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഗോവിന്ദച്ചാമിയെ പിടിച്ച പോലീസ് FIR റിപ്പോർട്ടിൽ പ്രത്യേകം രേഖപ്പെടുത്തി ഗോവിന്ദച്ചാമി വ്യത്യസ്തമായ ലഹരിക്ക് അടിമയായിരുന്നു, വ്യത്യസ്തമായ ലഹരി വിൽപ്പനക്കാരനായിരുന്നു. വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളിങ്ങനെ ലഹരിയെക്കുറിച്ച് ധാരാളം പ്രസംഗിക്കുന്നവരാണ്. അത് ഞങ്ങൾക്ക് അല്പം പോലും നാണക്കേടില്ല. സമൂഹത്തിലെ ഉത്തമ പൗരന്മാരെന്ന രീതിയിൽ ഞങ്ങളുടെ കടമയും ധർമ്മവുമായി ഏറ്റെടുത്തുകൊണ്ട് ലഹരിക്കെതിരെ പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾ ശക്തരാണ്. ഞങ്ങളോട് ചിലർക്ക് ചോദിക്കും, സുഹൃത്തെ, ഞാൻ സിഗരറ്റ് വലിക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഞാൻ മദ്യപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ സുഹൃത്തെ, നിങ്ങൾ മദ്യപിക്കുന്നത് കൊണ്ടോ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടോ എനിക്കോ എന്റെ കുടുംബത്തിനോ ഒരു നഷ്ടം വരുന്നില്ല. പക്ഷെ തിരിച്ചു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമിയെ പോലെ 100 പേർ കേരളത്തിലുണ്ടായാൽ, ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമിയെ പോലെ 10 പേർ ഈ ചെറ്റത്തിലുണ്ടായാൽ, 5 വയസ്സുള്ള പെൺകുഞ്ഞു മുതൽ 90 വയസ്സുള്ള മാതാവ് വരെ പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. കേരളം ഭ്രാന്താലയമായിട്ട് മാറ്റപ്പെടും. വളരെ ശ്രദ്ധിക്കണമേ. ഇതുപോലെയുള്ള മദ്യപാനവും ലഹരിയും നമ്മുടെ സമൂഹത്തിൽ വിറ്റഴിക്കപ്പെടുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് സമൂഹം മുഴുവനും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മദ്യപിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു, ലഹരി വസ്തുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. നാം കേട്ടതും കേൾക്കാത്തതുമായിരിക്കുന്ന നവീനവും വ്യത്യസ്തവുമായ അനവധി ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലഹരിയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചു വരികയാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഒരു വിവാഹമുണ്ടായാൽ അതിന്റെ ആഘോഷത്തിന് വേണ്ടി കുപ്പികൾ പൊട്ടിക്കുന്നു. ഒരു മരണമുണ്ടായാൽ അതിന്റെ ദുഃഖത്തിന് മറക്കാൻ വേണ്ടി കുപ്പികൾ പൊട്ടിക്കുന്നു. ഒരു ജോലി കിട്ടിയാൽ അത് ആഘോഷിക്കുവാൻ, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ ദുഃഖം മറക്കാൻ, ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് കൊണ്ടാടുവാൻ, ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതാഘോഷിക്കുവാൻ കേരളത്തിലെ സകല മലയാളികളും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നല്ലതും മോശവുമായിട്ടുള്ള ഏത് സന്ദർഭത്തെയും മദ്യത്തിനും ലഹരിക്കും വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, നല്ല നല്ല ആശയങ്ങളും ആദർശങ്ങളുമായിട്ട് സമൂഹം ആഘോഷിക്കുന്ന ഓണം, ക്രിസ്മസ്, റംസാൻ തുടങ്ങിയ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടക്കുന്നതെന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനെ മദ്യം നമ്മുടെ സമൂഹത്തിൽ ധാരാളം വിറ്റഴിക്കപ്പെടുകയാണ്. മദ്യം കൊണ്ട് അപകടങ്ങൾ മാത്രമല്ല, ക്രിമിനൽ സംഭവങ്ങൾ മാത്രമല്ല നടക്കുന്നത്. മദ്യവും ലഹരിയുടെ അമിതമായ ഉപയോഗം കൊണ്ട്
എത്രയോ വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ കലാശിച്ചു. പള്ളിയിൽ വെച്ചോ, മോസ്കിൽ വെച്ചോ, അമ്പലത്തിൽ വെച്ചോ ഒരു പെൺകുട്ടിയുടെ വലങ്കരം പിടിച്ചുകൊണ്ട് അവസാനത്തോളം പുലർത്താമെന്ന മാനസിക ചിന്തയോടെ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചവർ അല്പം കഴിയുമ്പോൾ മദ്യപാനവും ലഹരിയും ജീവിതത്തെ തച്ചുടച്ചു തകർക്കുമ്പോൾ എത്രയോ സഹോദരിമാർ ആത്മഹത്യ ചെയ്യുന്നു. എത്രയോ പേർ വിവാഹമോചനം ഏർപ്പെടുത്തുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുകയും വിവാഹമോചനം എടുക്കുകയും ചെയ്യുമ്പോൾ ഇവരറിയാതെ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അരക്ഷിത ബോധത്തിൽ ജീവിച്ച് സാമൂഹ്യ വിപത്തരായി തീർന്ന സമൂഹത്തിന് തലവേദനയായി മാറ്റപ്പെടുമ്പോൾ ലഹരി നമ്മുടെ സമൂഹത്തിന് അപകടമാണ്. ഞാൻ ഈ കവലയിൽ നിന്നോട് ചോദിക്കട്ടെ, ഒരു പ്രസംഗം മാത്രം കേട്ടാൽ പോരാ, നമ്മളൊന്ന് പരിശോധിക്കണം. നിങ്ങളുടെ ചെറുപ്പകാലം മുതൽ ഇന്ന് വരെ നിങ്ങളുടെ സമൂഹത്തിൽ മദ്യപിച്ച് സിഗരറ്റ് വലിച്ച് ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തി സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി തീർന്നിട്ടുണ്ടോ? നല്ലൊരു സമ്പന്നനായി തീർന്നിട്ടുണ്ടോ? ഏതെങ്കിലും നല്ല നിലവാരത്തിലെത്തിയിട്ടുണ്ടോ? ഓട്ടോ ഓടിക്കുന്ന ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി ഒരു വർഷം കഴിഞ്ഞാൽ കാർ വാങ്ങിക്കാറില്ല. അവന്റെ ആ ഓട്ടോയും കൂടി നഷ്ടപ്പെടുവാനിടയായിത്തീരും. ഇത് ഞാൻ പറയുന്നത് വെറുതെയല്ല. നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ, കൊച്ചു വീടുകളിൽ സന്തുഷ്ടമുഷ്ടമായിരിക്കുന്ന പല കുടുംബങ്ങളും മദ്യപാനം കൊണ്ട് അവരുടെ ജീവിതം തകർന്ന്, കുടുംബം തകർന്ന്, സാമ്പത്തികം തകർന്ന് ആരോരുമില്ലാതെ മാറ്റപ്പെടുകയാണ്. വളരെ ശ്രദ്ധിക്കണമേ. ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിൽ ഒത്തിരി സഹോദരന്മാർ നിൽപ്പുണ്ട്. ഏറെക്കുറെ എല്ലാവരും യൗവനക്കാരാണ്. വാർദ്ധക്യത്തിലുള്ളവരാണെങ്കിലും യൗവനം പിന്നിട്ടവരാണ്. ഞങ്ങളും ഒരു കാലഘട്ടത്തിൽ മദ്യപിക്കുന്നവരായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുന്നവർ, കൈനീട്ടിയാൽ അടിക്കുന്നവർ, വാളെടുക്കുന്നവർ, ആയുധമെടുക്കുന്നവർ, ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായിരുന്നു. മദ്യവും ലഹരിയും ഞങ്ങളുടെ ജീവിതത്തെ തകർത്തു. ഞങ്ങൾ ആരോരുമില്ലാത്തവരായി മാറ്റപ്പെട്ടു. ആത്മഹത്യക്ക് വേണ്ടി പലവട്ടം ചിന്തിച്ചു. ഞങ്ങളെ സമാധാനം നൽകുവാൻ, ഞങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ ഈ ലോകത്തിലെ ഒരു ഇസങ്ങൾക്കും കഴിഞ്ഞില്ല, ഒരു തത്വചിന്തകൾക്കും കഴിഞ്ഞില്ല. ഞങ്ങൾ ഭ്രാന്തന്മാരെ പോലെ മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾ കേട്ട ഒരു മകനീയ സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ, പാപത്തിൽ അധംപതിച്ചു പോയ മനുഷ്യനെ രക്ഷിപ്പാൻ, പാപത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. ആ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതിനെ കുറിച്ച് പല ചിന്തകളുണ്ട്. ഒരു മതസ്ഥാപകനായിട്ടോ ഒക്കെ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു പറഞ്ഞത്, ഒരു മതം സ്ഥാപിക്കുവാനോ ഒരു പ്രസ്ഥാനം ഉടലവാക്കാനോ ഒരു സഭ പണിയുവാനോ യേശു വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യൻ, പാപത്തിൽ നിവലിച്ചുപോയ മനുഷ്യൻ, അസമാധാനത്തിൽ കിടക്കുന്ന മനുഷ്യൻ, സമാധാനമില്ലാതെ കിടക്കുന്ന മനുഷ്യൻ, ജീവിതത്തിൽ നിരാശയിൽ വീണ് കിടക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ യുഗത്തിൽ വന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ കുലക്കളത്തിൽ 2 കള്ളന്മാരുടെ മധ്യ 3 ആളുകൾ ക്രൂശിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായിരുന്നു, സന്തോഷമില്ലാത്തവരായിരുന്നു. യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന സന്ദേശം അത് ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമാണ്. ഞങ്ങൾ കിടക്കുന്ന പാപത്തിൽ നിന്ന്, ഞങ്ങൾ കിടക്കുന്ന പ്രശ്നത്തിൽ നിന്ന്, ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന്, ഞങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് ഒരു സമാധാനകരമായ ജീവിതത്തിന് ഒരു രക്ഷകനെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ആ രക്ഷകൻ യേശു ക്രിസ്തുവാണെന്ന് അംഗീകരിക്കുകയും യേശുവിനെ കർത്താവായും രക്ഷകനായും ദൈവമായിട്ട് അംഗീകരിച്ച് ഒരു പുതുജീവിതം പ്രാപിച്ചപ്പോൾ ലഹരിക്ക് ഞങ്ങൾ വിട പറയാനിടയായി തീർന്നു, മദ്യത്തിന് വിട പറയാനിടയായി തീർന്നു, അസമാധാനത്തിന് ഞങ്ങൾ വിട പറയാനിടയായി തീർന്നു. ഇന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് യേശു ക്രിസ്തു നൽകിയ രക്ഷയാണ്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കുള്ള ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിപ്പാൻ യോഗ്യവും സത്യവുമായ വചനം തന്നെ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകി. ലോക ചരിത്രത്തിൽ കേൾക്കേണ്ട ഏറ്റവും വലിയ ആപ്തവാക്യം
ഒരിക്കൽ കൂടി ഞാൻ ഉരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പിന്നിൽക്കുന്ന ദൈവദാസന്മാർ എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ ഒരു നാമമില്ല. മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. എന്റെ വാക്കുകൾ കൂടെ വിരാമമിടട്ടെ. മദ്യം നിങ്ങളെ കാർന്നു തിന്നുകയാണോ? അസമാധാനത്തിൽ നിങ്ങൾ ജീവിക്കുകയാണോ? സമാധാനം യേശു ക്രിസ്തുവിൽ കൂടി യേശുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച് സന്തോഷകരമായി ജീവൻ നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. മനോഹരമായൊരു സന്ദേശം